നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് കനത്ത വെല്ലുവിളി ഉയർത്തി കുവൈത്തിൽ സ്വദേശിവൽക്കരണം ശക്തമാകുന്നു. കുവൈത്ത് 2035 പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ നീക്കങ്ങൾ. സർക്കാർ സ്വകാര്യ മേഖലകളിൽ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവത്കരിക്കുക എന്നിവയാണ് ഈ നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. പുതിയ നിയമനിർമ്മാണങ്ങൾ, പ്രത്യേക പരിശീലന പരിപാടികൾ, സ്വദേശികൾക്ക് അനുയോജ്യമായ ജോലികളിൽ വിദേശികളെ നിയമിക്കുന്ന കമ്പനികൾക്ക് ഉയർന്ന ഫീസ് ഏർപ്പെടുത്തുക തുടങ്ങിയ നടപടികൾ ഇതിൻ്റെ ഭാഗമായി നടപ്പാക്കും. ഈ മാറ്റങ്ങൾ രാജ്യത്തെ പ്രവാസികൾക്ക് കാര്യമായ വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. UAEയിൽ മഴയ്ക്കും പൊടിക്കാറ്റിനും സാധ്യത. ദുബായ്. UAEയിൽ അടുത്ത ദിവസങ്ങളിൽ മഴയ്ക്കും പൊടിക്കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കിഴക്കും തെക്കും ഭാഗങ്ങളിൽ ഇടിയോട് കൂടിയ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ വെള്ളിയാഴ്ച രാത്രി മുതൽ ശനിയാഴ്ച പുലർച്ചെ വരെ തീരപ്രദേശങ്ങളിൽ മൂടൽമഞ്ഞിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ഇത് പൊടിപടലങ്ങൾ ഉയർത്താൻ കാരണമാകും. ഒമാനിൽ മവാസാത്ത് സ്ലീപ്പർ കോച്ച് ബസ്സുകൾ അവതരിപ്പിക്കുന്നു. മസ്കറ്റ്. ഒമാന്റെ ദേശീയ ഗതാഗത കമ്പനിയായ മവാസാത്ത് ദൂരയാത്രകൾക്കായി പുതിയ സ്ലീപ്പർ കോച്ച് ബസ്സുകൾ അവതരിപ്പിക്കാനൊരുങ്ങുന്നു. യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യവും സുഗമമായ യാത്രയും ഉറപ്പാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. സൂപ്പർ സ്ലീപ്പർ കോച്ചുകൾ കൂടാതെ മവാസാത്ത് ഡബിൾ ഡക്കർ, മജ്ലിസ് ശൈലിയിലുള്ള ബസ്സുകളും ഉടൻ തന്നെ പുറത്തിറക്കും. മസ്കറ്റിൽ നിന്ന് സലാല, ബുറൈമി, ഷാർജ, അബുദാബി തുടങ്ങിയ ദീർഘദൂര റൂട്ടുകളിലാണ് ഈ പുതിയ ബസ് സർവീസുകൾ നടത്തുക. നിലവിൽ ദൂരയാത്രകളിൽ യാത്രക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ദുബായിൽ നബിദിനത്തിന് അവധി പ്രഖ്യാപിച്ചു. ദുബായ്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ദുബായിൽ സെപ്റ്റംബർ 5 സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. ദുബായ് ഗവൺമെൻറ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് സംബന്ധിച്ച സർക്കുലർ പുറത്തിറക്കിയത്. അവധി ദിനം വെള്ളിയാഴ്ചയായതിനാൽ ജീവനക്കാർക്ക് നീണ്ട വാരാന്ത്യം ലഭിക്കും. അവധിക്ക് ശേഷം സെപ്റ്റംബർ 8 തിങ്കളാഴ്ച ജീവനക്കാർ തിരികെ ജോലിയിൽ പ്രവേശിക്കണം. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ